الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സ്വലാത്ത് മാത്രം നിലനിൽക്കുകയും മറ്റുള്ള അമലുകളൊക്കെയും മുറിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാനുണ്ട്. അതെപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്ത് നടക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്റ്റോപ്പായി പോകുന്ന സമയമാണ്. ആ സമയത്തും സ്വലാത്ത് നിലനിൽക്കുകയാണ്. കാരണം സ്വലാത്തിന്റെ കാര്യം ഏറ്റെടുത്ത അള്ളാഹു മാത്രം ഇവിടെ ബാക്കിയാകുന്ന ഒരു സമയമാണ് ആ സമയം. അള്ളാഹുവാണ് സ്വലാത്തിന്റെ കാര്യം ആദ്യമായി ഏറ്റെടുത്തത്. ഇനി നമ്മുടെ ഇന്നത്തെ ഈ ജീവിതം എടുത്തു നോക്കിയാൽ നമ്മുടെ നിസ്കാരം അത് എപ്പോഴും നമുക്ക് നിസ്കരിക്കാം. നിസ്കാരം ഹറാമായ സമയങ്ങളിൽ, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയം, നിസ്കരിക്കൽ കറാഹത്തായ സമയങ്ങളിൽ, നിസ്കരിക്കൽ കറാഹത്ത്, അതായത് നമ്മുടെ പ്രവനിസ്കാരങ്ങളോ അല്ലെങ്കിൽ പ്രവനിസ്കാരങ്ങളുടെ മുന്നിലോ പിന്നിലോ ഉള്ള റവാത്തിബ് നിസ്കാരങ്ങൾ അല്ലാത്ത മുത്തലഖായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. മുത്തലഖായ സുന്നത്ത് സാധാരണ നമുക്ക് മനസ്സ് വരുമ്പോ അള്ളാഹിന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാം, അള്ളാഹ്ക്ക് വേണ്ടി ഒരു രണ്ടരക്കാൻ നിസ്കരിക്കാം എന്ന് നാം വിചാരിച്ച് നിസ്കരിക്കുന്ന ആ നിസ്കാരങ്ങൾ, ആ നിസ്കരിക്കൽ കറാഹത്തായ സമയമാണ്. സുബഹിസ്കാരം കഴിഞ്ഞു, സുബഹിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അതെ, ഇനി സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കരിക്കൽ കറാഹത്താണ്. സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കരിക്കൽ കറാഹത്താണ്. ഇനി സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അതിന്റെ ഉള്ളിൽ മുത്തലഖായ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. അട്ടുച്ച സമയത്ത് മുത്തലഖായ നിസ്കാരം കറാഹത്താണ്, പാടില്ല. അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരം, അതായത് നാം നിസ്കരിക്കുന്ന പ്രത്യേകമായ നിയത്തൊന്നും ഇല്ലാത്ത നിസ്കാരം പാടില്ല, കറാഹത്താണ്. അങ്ങനെ നിസ്കാരത്തിന്റെ പോലും പാടില്ലാത്ത സമയങ്ങളുണ്ട്. പൊതുവില്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ? എന്താ വിധി? ഹറാമാണ്. സഹോദരിമാർ മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഹറാമാണ്, നിസ്കരിക്കരുത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ നാം ഗൗരവമായി കൊണ്ടു നടക്കാനുള്ള പരിശുദ്ധമായ നിസ്കാരത്തിന് പോലും അരുതാത്ത സമയങ്ങളുണ്ട്, പാടില്ലാത്ത സമയങ്ങളുണ്ട്, നിസ്കാരം വിലക്കിയ സമയങ്ങളുണ്ട്. നോമ്പെടുത്ത് നോക്കൂ, നോമ്പ് എപ്പോഴും നോമ്പടിക്കാൻ പറ്റുമോ? പെരുന്നാൾ ദിവസം നോമ്പടിക്കൽ ഹറാമാണ്. 2 പെരുന്നാൾ ദിവസവും നോമ്പടിക്കൽ ഹറാമാണ്. 5 പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അതിനോട് തുടർന്നിട്ടുള്ള 3 ദിവസം, ആ ദിവസങ്ങൾ അയ്യാമത്തെ ശരിക്കും പറയും. ആ ദിവസങ്ങൾ നോമ്പടിക്കൽ ഹറാമാണ്. ശക്കിന്റെ ദിവസം നോമ്പ് ഹറാമാണ്. നോമ്പിന് ഹറാമായ സമയങ്ങൾ. ഇനി പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും എടുത്ത് ഓതാൻ പറ്റുമോ? നമുക്ക് ജനാപത്തുള്ള ആള് ഖുർആൻ ഓതാൻ പറ്റുമോ? മെൻസസ്സുള്ള പെണ്ണ് ഖുർആൻ ഓതാൻ പറ്റുമോ? ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈ ദുനിയവിയായ ജീവിതത്തിൽ തന്നെ നാം എപ്പോഴും ചെയ്യുന്ന ഇബാദത്തുകൾ, അമലുകൾ അത് പാടില്ലാത്ത സമയങ്ങളുണ്ട്, ഹറാമായ സമയങ്ങളുണ്ട്, കറാഹത്തായ സമയങ്ങളുണ്ട്. എന്നാൽ മനുഷ്യന്റെ ജീവിതം തൊട്ട് മരണം വരെ ഒരു ഹറാമായ സമയങ്ങളോ ഒരു കറാഹത്തായ സമയമോ ഒന്നുമില്ലാത്ത ഒരേ ഒരു അമൽ, അത് സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചെല്ലപ്പെടുന്ന സ്വലാത്തുകളാണ്. ആ സലാത്തിന്റെ പാടില്ലാത്ത സമയമില്ല, അത് പാടില്ല, അത് കറാഹത്താണ്. ആ സമയം ഹറാമാണ്. എപ്പോഴും ആർക്കും എവിടെയും എങ്ങനെയും ചെല്ലാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യകരമായ പ്രവർത്തനമാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. തങ്ങളുടെ പേരിൽ അല്ലാഹും മലക്കുകളും ഏറ്റെടുത്ത് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികള് എന്ന മുഅ്മിനീങ്ങള് അല്ലാഹു വിളിച്ചിട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചു തന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ് സല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചെയ്യൂ. എപ്പോഴും ചെല്ലാം, എവിടെയും ചെല്ലാം, ആർക്കും ചെല്ലാം, എങ്ങനെയും ചെല്ലാം. ചെല്ലിയാലോ അതിന്റെ പ്രതിഫലം 100% നമുക്ക് ഉറപ്പായി കിട്ടുന്നു. 100%. നമ്മുടെ നിസ്കാരങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് അള്ളാന്റെ കോടതിയിലെത്തുമ്പോ അത് ഓഹരി ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ നോമ്പ് മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ ഓരോ അമലുകൾ ചിലപ്പോൾ മറ്റുള്ള ആളുകളെ വേദനിപ്പിച്ചവരാണെങ്കിൽ, മറ്റുള്ള ആളുകളുടെ ഇടപാട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടോ ആർക്കെങ്കിലും നഷ്ടം കൊടുക്കാനുള്ളവരാണെങ്കിൽ നമ്മുടെ അമലെടുത്തു കൊടുക്കും. പക്ഷേ നാം ചെയ്ത അമലിൽ അള്ള കൈകടത്താത്തത് ഒന്നുണ്ടെങ്കിൽ സ്വലാത്ത് മാത്രം. അള്ള കൈകടത്താത്ത നമ്മുടെ അമലിൽ അള്ള കൈകടത്താത്ത ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രം. അതിനമ്മ തൊട്ടോ പോലെന്നാണ്. അത്
ആര് ചെല്ലിയോ ചെല്ലിയ ആൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ എത്ര സലാത്തിൽ വരുമ്പോൾ ഒരു റബീഉൽ അവ്വൽ മാത്രമാണോ, അത് ജാഥ പോകുമ്പോൾ മാത്രമാണോ? എല്ലാ സമയത്തും സലാത്ത് ദായിമാക്കിയാണ് വലിയ ഭാഗ്യവാനാണ്. മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു, സലാത്ത് ചെല്ലുമ്പോൾ വുദു ഉണ്ടാവല് നല്ലതാണ്, കാരണം അതിന്റെ ഒരു ബഹുമാനമാണ്. എത്രയോ നമുക്കറിയാം, ഔറംഗസീബ് അല്ലെ വലിയൊരു രാജാവിന്, വലിയ മഹാനാണ്. പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലപ്പെടേണ്ട വലിയ ഒരു ആശിഖുർ റസൂലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഓരോ പ്രായപൂർത്തിയായത് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വുദൂ ഇല്ലാതെയാണ് ചെല്ലിയിട്ടുണ്ടാവൂല. വുദൂ ഇല്ലാതെ ഹബീബിന്റെ പേരായാൽ പറഞ്ഞിട്ടുണ്ടാവൂല. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഈമാനാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഒരുപാട് രാജാക്കന്മാരെ വിളിച്ചിട്ടുള്ള പ്രത്യേകമായ ഒരു മീറ്റിംഗ് നടക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അടിമയുടെ പേരാണ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പണിയെടുക്കുന്ന ഒരു അടിമയുടെ പേര് മുഹമ്മദ് എന്നായിരുന്നു. എപ്പോഴും ആ അടിമയെ ഈ രാജാവ് വിളിച്ചിരുന്നത് മുഹമ്മദ് എന്നായിരുന്നു. ഒരു ദിവസം ഒരുപാട് രാജാക്കന്മാരെ വിളിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോ അതിന്റെ ഇടയിൽ ഈ അടിമയെ രാജാവിനെ വിളിക്കേണ്ടി വന്നതാണ്. ആ വിളിക്കുന്ന സമയത്ത് രാജാവ് ആ അടിമയെ വിളിച്ചത് യാ ഗുലാം എന്നാണ്. യാ ഗുലാം, ഓ അടിമ എന്ന് വിളിച്ചു പോയി. അപ്പൊ ഈ പൊതുവെ സഹജമായി ഈ പാവപ്പെട്ട അടിമക്ക് ഭയങ്കര ബേജാറാണ്. ഇത്തരെല്ലാം ആളുകളുടെ മുന്നിൽ എന്നെ ഇങ്ങനെ വിളിച്ചല്ല, പണിക്കാരനെ നല്ല വിളിച്ചത്. ഇത്തരെല്ലാം രാജാക്കന്മാരൊക്കെയും ഒരുമിച്ച് കൂടുമ്പോ എന്റെ മുതലാളി വിളിച്ചത് പണിക്കാരൻ എന്നാണ്. ഞാൻ ഒറ്റക്കുണ്ടാവുമ്പോ എന്നെ വിളിക്കല് മുഹമ്മദ് എന്നാണ്. മനസ്സിന് ഭയങ്കര ബേജാറായി. അങ്ങനെ ബേജാറോടുകൂടി ഇങ്ങനെ നിന്നു. മീറ്റിംഗൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയി. ഈ അടിമ രാജാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ പ്രവർത്തനത്തിന് എനിക്ക് വല്ലാത്ത ബേജാറുണ്ടല്ലോ. ഞാൻ ഒറ്റക്കുണ്ടാകുമ്പോ എപ്പോഴും നിങ്ങൾ എന്റെ പേര് കൊണ്ട് വിളിച്ച് ആൾക്കൂട്ടം കൂടിയപ്പോ നിങ്ങൾ പണിക്കാരൻ എന്ന് വിളിച്ചില്ലേ, എനിക്ക് വലിയ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ രഹസ്യം വെളിയിൽ വന്നത്. എന്താ? മഹാനായ ഔറംഗസീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. രാജാവ് അടിമയോട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനായ ഔറംഗസീബ് ആ പാവപ്പെട്ട അടിമയോട് പറഞ്ഞു, ഓ മനുഷ്യ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ആ പേര് എന്റെ നേതാവിന്റെ പേരാണ്. ആ പേര് ഇന്ന് വരെ ഞാൻ വുദൂഇല്ലാതെ എന്റെ നാവിലൂടെ ചെല്ലിയവനല്ല. പേര് നിന്റേതാണെങ്കിലും ആ പേരിന്റെ സ്വായിബായ മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുഹമ്മദ് എന്ന പേര് എന്റെ ജീവിതത്തിൽ വുദൂ ഇല്ലാതെ ഒരു തവണ പോലും ഞാൻ ചൊല്ലിയിട്ടുണ്ടാവൂല. പക്ഷെ ഇന്ന് ഒരുപാട് എന്റെ കൂട്ടുകാർ വിളിച്ച ആ സദസ്സിൽ എന്നെ വിളിക്കേണ്ടി വന്നപ്പോ എനിക്ക് വുദൂ നഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് വുദൂഇല്ലാത്ത ഒരു സമയമായിരുന്നു. ആ സമയത്ത് നിന്നെ ഞാൻ എങ്ങനെ വിളിക്കണം എന്ന് ബേജാറായി പോയി. പക്ഷേ വുദൂഇല്ലാതെ എന്റെ ഹബീബിന്റെ പേര് നാവ് കൊണ്ട് പറയുന്നത് അത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ യാ ഗുലാം എന്ന് വിളിച്ചതാണ്, എനിക്ക് പൊറുക്കണേ എന്ന് രാജാവ് പണിക്കാരനോട് അടിമയോട് മാപ്പ് ചോദിച്ച ഒരു സംഭവം. അതാണ് പറഞ്ഞ മഹാന്മാർ പറഞ്ഞു, സ്വലാത്ത് എപ്പോഴും ചെല്ലാം, എങ്ങനെയും ചെല്ലാം, എവിടെയും ചെല്ലാം. പക്ഷേ ചൊല്ലുന്ന സമയത്ത് വുദൂ ഉണ്ടാവൽ നല്ലതാണ്. അത് ഹബീബിനോടുള്ള ബഹുമാനം, ഹബീബിനോടുള്ള താദ്യമാണത്. അതുകൊണ്ട് വുദൂ ഉണ്ടായിരിക്കൽ നല്ലതാണ്. പക്ഷെ വുദൂ ഇല്ലെങ്കിലും ചൊല്ലിക്കൂടെ ചെല്ലാം. കൈകളുള്ള പെണ്ണുങ്ങൾ സലാത്ത് ചൊല്ലിക്കൂടെ ചെല്ലാം. എല്ലാവർക്കും എപ്പോഴും ജനാപത്തായവനും എപ്പോഴും ചെല്ലാൻ പറ്റുന്ന ഒരു അമലാണ് സ്വലാത്ത് അന്നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്ര നാം വർദ്ധിപ്പിച്ചോ, എത്ര നാം ധാരാളമായി ചെല്ലുന്നുണ്ടോ, അത്രത്തോളം നമുക്ക് ഹബീബിന്റെ പ്രത്യേകമായ നോട്ടുണ്ടാവും. കുറച്ചോട്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായി നമ്മുടെ ജീവിതകാലത്ത് മരണത്തിന് മുമ്പ് മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ, അവിടുന്ന് സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. എത്ര കാലമായി ഹബീബിന്റെ പേര് വിളിച്ചിട്ട് നമ്മുടെ ചെറുപ്പത്തിൽ നാം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉമ്മമാർ നമുക്ക് പഠിപ്പിച്ച രണ്ടുപേരാണ്, യാ അല്ലാഹ്, മറ്റൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തൊട്ട് ഇന്ന് വരെ മറക്കാതെ ഞങ്ങൾ ഓർക്കുകയും ഓരോ ദിവസങ്ങളിൽ ഫാത്തിഹ ഓതുകയും ഓരോ ദിവസങ്ങളിൽ ആയിരക്കണക്കിനുള്ള സ്വലാത്ത് ചെല്ലുന്ന ആളുകളുണ്ട്, നൂറുകണക്കിനുള്ള സ്വലാത്തുകൾ. ഏതായാലും ഒരു മുഅ്മിന് ചുരുങ്ങിയത് എന്തില്ലെങ്കിലും 10 സ്വലാത്തെങ്കിലും ചെല്ലാത്ത ഒരു ദിവസം ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ കടന്നു പോകൂല. യാ അല്ലാഹ്, അത്രത്തോളം നിന്റെ ഹബീബിനെ ആ സ്നേഹിച്ച് നടക്കുന്ന നമുക്ക് ഹബീബിന്റെ പ്രത്യേകമായ നോട്ടം നീ നൽകണയാറുണ്ട്. ഇവിടുത്തെ ബറക്കത്തോട് നമ്മുടെ എല്ലാ ഹലാലായ ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ശാരീരികമായി രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് വലിയ ബേജാറിലാണല്ലോ. ഹോസ്പിറ്റലിലും അതുപോലെ വീടുകളിലും കിടക്കുന്ന രോഗികളുണ്ട്. നമ്മുടെ സദസ്സിലുള്ളവരിലും പലരും പലവിധ വേദനകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ശിഫാഖ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് സാമ്പത്തികമായ ഇടപാടുകളെ കൊണ്ട് ബേജാറായവരാണ്, കടങ്ങളുള്ളവരാണ് പഠിച്ചോനെ. അല്ലാഹു, അതുപോലെയുള്ള പല ബാധ്യതകൾ നാം ചെയ്തു തീർക്കേണ്ട ബാധ്യതകൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്തു തീർത്തിട്ടുള്ള നല്ല സന്തോഷകരമായ മരണം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും മാഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ നബിദിനത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന പരിപാടികൾ ഒരുപാട് ദിവസങ്ങൾ ഇവിടെ നീണ്ടു നിൽക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ സഹായിച്ചവരും സഹകരിച്ചവരും പല രൂപത്തിൽ കഷ്ടപ്പെട്ടവരുമാണ് പ്രവാസികളും അതുപോലെ നാട്ടുകാരായ മുഅ്മിനീങ്ങളും ഇവിടുത്തെ നല്ലവരായ ചെറുപ്പക്കാരും ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ ആളുകളൊക്കെയും യാ അല്ലാഹ് ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ മദദ് കൊണ്ട് ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിന്റെ പകരം ദുനിയാവിലും ആഖിറത്തിലും വിചാരിച്ചതിനേക്കാളും പുറത്ത് ഖൈറുകളും സന്തോഷങ്ങളും ബറക്കത്തുകളും ഓരോരുത്തരുടെ ജീവിതത്തിൽ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഇന്നും നാളെയും മറ്റേന്നുമായി ഇവിടെ ഒരുപാട് പരിപാടികൾ ഹബീബിന്റെ പേരിൽ നടത്തപ്പെടുന്നത് മുഴുവനും വലിയ വിജയത്തെയാക്കി തരണേ അല്ലാഹ്. അതിന്റെ ചിന്തിച്ച കാര്യങ്ങൾ മുഴുവനും റബ്ബേ പ്രയാസങ്ങളില്ലാതെ അത് നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മൻ ഫിൽ കൗനി ആമു ഫീക യാ ബാഹിൽ ജബീനു വലഹു ഫീക ഗറാമു വസ്തിയാഖുൻ വഹനീനു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും. صلوات الله عليكم في معانيك الأنام قد مدتها إلينا أنت لرسول ختام أنت للمولى شكور. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم. صلوات الله عليكم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. محمد صلى الله عليه وسلم. صلى الله على محمد صلى الله